നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലാതല ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനോത്സവം വരവേൽപ്പ് 2025 ഡോക്ടർ APJ അബ്ദുൽ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ ആസ്ഥാന പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയതിനെതിരെ സോഷ്യൽ ഹ്യൂമൻ ജസ്റ്റിസ് ആൻഡ് നേച്ചർ ചെയർമാൻ PL നിസാമുദ്ദീൻ ജൂൺ 19 വായനാ ദിനത്തിൽ ചെറുതോണി ട്രാഫിക് ജംഗ്ഷനിൽ മഴ നനഞ്ഞ് സമരം ചെയ്യുമെന്ന് അറിയിച്ചു. കലൂർ അയ്യപ്പ മെമ്മോറിയൽ ഹൈസ്കൂളിൽ ദീപിക ബാലസഖ്യം യൂണിറ്റ് പ്രവർത്തന ഉദ്ഘാടനം നടത്തി. കലൂർ സെന്റ് ജോൺസ് പള്ളി വികാരി റവറൻ ഡോക്ടർ തോമസ് ചെറുപറമ്പിൽ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. പാലക്കാട് നിന്നും അതിർത്തി കടന്നു വരുന്ന കള്ളിൽ ചുമമരുന്നിന്റെ സാന്നിധ്യമുള്ളതായി ഗുരുതരമായ ആരോപണം. അരിക്കുഴയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ കൃഷി ഫാമിൽ 8 വർഷമായി ജോലി ചെയ്യുന്ന ലിജിമോളെ CITU സംഘടനയിലെ തൊഴിലാളികൾ ജോലിയിൽ കയറ്റാതിരിക്കുന്നതായി ആരോപണം. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലാതല ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനോത്സവം വരവേൽപ്പ് 2025 എന്ന പേരിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ജയലക്ഷ്മി ഗോപൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG രാജശേഖരൻ മുഖ്യ പ്രഭാഷണം നടത്തി. നിരവധി വ്യക്തികൾ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ഇടുക്കി ജില്ലാതല ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനോത്സവം വരവേൽപ്പ് 2025 ഡോക്ടർ APJ അബ്ദുൽ കലാം ഹയർ സെക്കൻഡറി സ്കൂൾ തൊടുപുഴയിൽ സമുചിതമായി നടത്തപ്പെട്ടു. മുഖ്യ അലോട്ട്മെന്റുകളിലൂടെ ഒന്നാം വർഷ ക്ലാസുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ അധ്യാപകരും PTA ചേർന്ന് വരവേറ്റു. വാർഡ് കൗൺസിലർ ജയലക്ഷ്മി ഗോപൻ അധ്യക്ഷത വഹിച്ച സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. തിരക്ക് പിടിച്ച പഠനത്തിന് ശേഷം ഊണവും ഉറക്കവും ഉപേക്ഷിച്ച് തന്നെ പഠനത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ആ ഒരു വർഷക്കാലം നിങ്ങളെടുത്ത ഒരു എഫർട്ടിന്റെ റിസൾട്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഓരോരുത്തരും എത്തിച്ചേരാനുള്ള സാധിക്കുക. വളരെ നല്ല രീതിയിൽ പഠിച്ച് ഉയർന്ന മാർക്ക് വാങ്ങി ഒരു അഡ്മിഷൻ ലഭ്യമായപ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നതിനുപരി നിങ്ങളെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന നിങ്ങളുടെ രക്ഷിതാക്കളും നിങ്ങളുടെ അധ്യാപകരും ഒക്കെയാണ് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. തീർച്ചയായും അതുകൊണ്ട് തന്നെ ഈ ഒരു സദസ്സ് ഏവരെയും വളരെ സന്തോഷത്തിലേക്ക് ആക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം APJ അബ്ദുൽ കലാം ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ 100% നമുക്ക് നല്ല അഭിപ്രായങ്ങൾ മാത്രമേ പറയാനുള്ളൂ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സ്കൂൾ കൈവരിച്ച നേട്ടവും വിജയവും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഉന്നത വിജയം നേടിയ 37ഓളം കുട്ടികളെ ഇവിടെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടന്നു. വളരെ സന്തോഷത്തോടുകൂടി ഞാനും ആ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തുകയും കോട്ടയം RDD VGPN നവാഗതർക്കുള്ള സന്ദേശം നൽകുകയും ചെയ്തു. ആശംസകൾ അറിയിച്ചുകൊണ്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ മുഹമ്മദ്, സ്കൂൾ പ്രിൻസിപ്പൽ ജയമോൾ ജേക്കബ്, ഹയർ സെക്കൻഡറി അസിസ്റ്റന്റ് കോർഡിനേറ്റർ ബൈജു AJ, PTA പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ, SMC ചെയർമാൻ ടോം വി തോമസ്, സ്റ്റാഫ് സെക്രട്ടറി ഷാജി ജോസഫ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലഹരിക്കെതിരെ കയ്യൊപ്പ് ചാർത്തി ഒന്നാം വർഷ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്ത് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ മുതലക്കോടം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2025 പദ്ധതിയായ കൂടെയുണ്ട് കരുത്തേകൻ എന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒന്നാം വർഷ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തതിന് വരവേൽപ്പ് 2025 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്കൗട്ട് മാസ്റ്റർ അമൽ ജോൺ, ഗേറ്റ് ക്യാപ്റ്റൻ ജിജി ലൂക്കോസ്, NSS പ്രോഗ്രാം ഓഫീസർ പ്രിൻസി ജോയ്, NCC ഓഫീസർ ലഫ്റ്റനന്റ് ബിനു മാത്യു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
ലഹരിക്കെതിരെ കയ്യൊപ്പ് ചാർത്തി 1ാം വർഷ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്ത് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ മുതലക്കോടം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന പ്രവർത്തനമാണ് 1ാം വർഷ വിദ്യാർത്ഥികളിൽ ലഹരിക്കെതിരെ അവബോധം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്കൂളിൽ നടന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2025 പദ്ധതിയായ കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി 1ാം വർഷ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നതിന് വരവേൽപ്പ് 2025 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്കൗട്ട് മാസ്റ്റർ അമൽ ജോൺ, ഗേറ്റ് ക്യാപ്റ്റൻ ജിജി ലൂക്കോസ്, NSS പ്രോഗ്രാം ഓഫീസർ പ്രിൻസി ജോയ്, NCC ഓഫീസർ ലഫ്റ്റനന്റ് ബിനു മാത്യു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ ആരോലിച്ചാലിൽ ഉദ്ഘാടനം ചെയ്തു. പഠനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അച്ഛൻ കുട്ടികളെ ബോധവൽക്കരിച്ചു. ഈ പ്രായത്തിൽ പഠിക്കുക എന്നതിനേക്കാൾ അപ്പുറം മറ്റൊരു ചിന്തയ്ക്കും സ്ഥാനമില്ല. മറിച്ച് നമ്മൾ മറ്റു പലതിൻ്റെ പിന്നാലെ ഓടാൻ പോയാൽ നമ്മുടെ പഠനം ഉറപ്പാവും, പഠനം പുറകോട്ട് പോകുന്ന കാര്യത്തിൽ ആ സംശയമില്ല. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതായിരിക്കില്ല ഈ +1 വരുമ്പോൾ. കാരണം ടീച്ചർമാർ പഠിപ്പിക്കുന്നത് മുഴുവൻ ഇംഗ്ലീഷായിരിക്കും. എല്ലാ പാഠഭാഗങ്ങളും പഠിപ്പിക്കുന്ന ഇംഗ്ലീഷായിരിക്കും, മലയാള വിഷയം അല്ലെങ്കിൽ ഹിന്ദി വിഷയം. അപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് വശം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്ലാസ് നമുക്ക് അറ്റൻഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കൂ. തുടർന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ജിനോ ജോർജ് കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. സ്റ്റാഫ് സെക്രട്ടറി ശ്രീ രാജീവ് ജോസ് നന്ദി പ്രകാശനം നടത്തി. തുടർന്ന് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായ തുടിപ്പ് എന്ന വീഡിയോ പ്രദർശനവും നടന്നു. ഇടുക്കി ജില്ലാ ആസ്ഥാനത്തെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയതിനെതിരെ സോഷ്യൽ ഹ്യൂമൻ ജസ്റ്റിസ് ആൻഡ് നേച്ചർ ചെയർമാൻ PL നിസാമുദ്ദീൻ ജൂൺ 19 വായനാ ദിനത്തിൽ ചെറുതോണി ട്രാഫിക് ജംഗ്ഷനിൽ മഴ നനഞ്ഞ് സമരം ചെയ്യുമെന്ന് അറിയിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പ്രതിനിധി NJ വർഗീസ് സമരം ഉദ്ഘാടനം ചെയ്യും. നിരവധി വ്യക്തികൾ പങ്കെടുക്കും. ഇടുക്കി ജില്ലാ ആസ്ഥാനത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുമ്പോഴും അതിനെതിരെ പ്രസ്താവനയിൽ കൂടി പോലും പ്രതികരിക്കാത്ത ബന്ധപ്പെട്ട അധികാരികളുടെ നിലപാടിനെതിരെ സോഷ്യൽ ഹ്യൂമൻ ജസ്റ്റിസ് ആൻഡ് നേച്ചർ ചെയർമാൻ PL നിസാമുദ്ദീൻ വായനാ ദിനത്തിൽ ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ ചെറുതോണി ട്രാഫിക് ജംഗ്ഷനിൽ മഴ നനഞ്ഞ് പ്രതിഷേധ സമരം നടത്തും. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പ്രതിനിധി NJ വർഗീസ് സമരം ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ മന്ത്രപ്പാറ എന്ന പ്രദേശത്തേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് കാഴ്ച കാണാനായി എത്തിച്ചേർന്നുകൊണ്ടിരുന്നത്. എന്നാൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്ന കാര്യം അറിഞ്ഞതോടുകൂടി വനംവകുപ്പ് ഈ പ്രദേശത്ത് വേലി കെട്ടിത്തിരിക്കുകയും അങ്ങോട്ട് പ്രവേശിച്ചാൽ അവർക്കെതിരെ കേസെടുക്കും എന്ന് ശക്തമായ മുന്നറിയിപ്പ് നൽകി ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ജില്ലാ ആസ്ഥാനത്തെ പാൽക്കുളമേട് ടൂറിസ്റ്റ് കേന്ദ്രം, അതുപോലെ തന്നെ മറ്റൊരു ടൂറിസ്റ്റ് കേന്ദ്രമായ കൂലിത്തണ്ട്, അതുപോലെ തന്നെ മൈക്രോവേവ് ടൂറിസ്റ്റ് കേന്ദ്രം, ഇങ്ങോട്ടൊന്നും ആർക്കും പ്രവേശനം ഇപ്പോൾ അനുവദിക്കപ്പെട്ടിട്ടില്ല എന്ന് ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. ചെറുതോണി അണക്കെട്ടിൽ പ്രവേശനം ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. ചെറുതോണി അണക്കെട്ടിൽ സന്ദർശനം അനുവദിച്ചിരുന്ന സമയത്ത് അവിടെ കടന്നു കയറി അണക്കെട്ടിൻ്റെ റാഡിൽ ഗ്രീസ് ഒഴിക്കുകയും അതുപോലെ തന്നെ വിളക്കുകാലുകളിൽ താഴിട്ട് പൂട്ടുകയും ചെയ്ത ഒരു സാഹചര്യം വന്നതോടുകൂടി അവിടേക്കുള്ള പ്രവേശനവും നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയാണ്. പാൽക്കുളമേട് കാണാനും മന്ത്രപ്പാറ കാണാനും അതുപോലെ തന്നെ മറ്റ് ടൂറിസം കേന്ദ്രങ്ങൾ കാണാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ അധികൃതർ അടിയന്തരമായി നടപടി സ്വീകരിക്കണം. മന്ത്രപ്പാറയടക്കം അടച്ചുപൂട്ടിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടിയന്തരമായി തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടാണ് സോഷ്യൽ ഹ്യൂമൻ ജസ്റ്റിസ് ആൻഡ് നേച്ചർ ചെയർമാൻ PL നിസാമുദ്ദീൻ മഴ നനഞ്ഞ് സമരത്തിനിറങ്ങുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ ചെറുതോണി ട്രാഫിക് ജംഗ്ഷനിൽ നടക്കുന്ന സമരത്തിൽ വിവിധ സാമൂഹ്യ സന്നദ്ധ പരിസ്ഥിതി രംഗത്തെ പ്രവർത്തകർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സംസ്ഥാനത്ത് നിപ്പ പേടി നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ വവ്വാലുകളുടെ കൂട്ടം ജനങ്ങളെ ആശങ്കയിലാക്കുന്നു. കോടിക്കുളം, കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ കുറുമ്പാലമറ്റത്ത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലാണ് ആയിരക്കണക്കിന് വവ്വാലുകൾ തങ്ങുന്നത്. ഇവയെ അവിടെ നിന്ന് നീക്കുന്നതിന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നെടുമറ്റം UP സ്കൂളിന് മുകളിലൂടെയാണ് വവ്വാലുകളുടെ സഞ്ചാരം. ഇത് കുട്ടികളെയും രക്ഷിതാക്കളെയും ആശങ്കപ്പെടുത്തുന്നു. ചൈനീസ് പടക്കം ഉപയോഗിച്ച് ഇവയെ വനമേഖലയിലേക്ക് മാറ്റാവുന്നതേ ഉള്ളൂ എന്നും നാട്ടുകാരിൽ ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിച്ച കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന PM ഫിറോസ്, മുൻ ജില്ലാ പ്രസിഡന്റ് CK ജയശ്രീ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന TK ബെന്നി, ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന KK ജയൻ എന്നിവർക്ക് KGOയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് യോഗം ജില്ലാ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. KGOയെ ജില്ലാ പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു.
ദീർഘകാലത്തെ സർക്കാർ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിച്ച കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന PM ഫിറോസ്, മുൻ ജില്ലാ പ്രസിഡന്റ് CK ജയശ്രീ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന TK ബെന്നി, ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന KK ജയൻ എന്നിവർക്ക് KGOAയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചേർന്ന യാത്രയയപ്പ് യോഗം ജില്ലാ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ആ രീതിയിൽ കൂടുതൽ അടുത്ത ബന്ധമുള്ള ഫിറോസിനോടാണ്. മറ്റുപേര് കണ്ടിട്ടുണ്ട്, സൗഹൃദമൊക്കെ പറയുന്നത്. അവരെ സംബന്ധിച്ച് അത് ഔദ്യോഗിക ജീവിതത്തിൽ വ്യത്യസ്തമായ ഏതെങ്കിലും മേഖലയെ സംബന്ധിച്ച് പരാമർശിക്കാൻ കഴിയും. പക്ഷേ ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ മാധ്യമ രംഗത്തേക്ക് ഇടതുപക്ഷ ജനാധിപത്യ വഴി വേണം നമുക്കൊരു പുതുകേരളം, അഴിമതിരഹിത മതനിരപേക്ഷ വികസിത കേരളം. 1957 മതമഹാനായ EMS ആണ് കേരളത്തിന്റെ പുരോഗമന ആശയങ്ങളുടെ അടിത്തറ പാകിയെങ്കിൽ 2026-2016 പിണറായി സർക്കാരാണ് കേരളത്തെ തുടർഭരണമെന്ന ആശയത്തിലേക്ക് കേരളീയ സമൂഹത്തെ മാറ്റിയിട്ടുണ്ട്. KGOA ജില്ലാ പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരി, ജില്ലാ പ്രസിഡന്റ് MR അനിൽകുമാർ, ജില്ലാ സെക്രട്ടറി CS മഹേഷ്, കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK ഷിബു, സംസ്ഥാന സെക്രട്ടറി JNP വിജയൻ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. KGOA ജില്ലാ ജോയിന്റ് സെക്രട്ടറി സതീഷ് കുമാർ യോഗത്തിന് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കുട്ടികളിൽ നന്മയും മൂല്യവും വളരേണ്ടത് കാലത്തിന്റെ ആവശ്യമാണെന്ന് കോതമംഗല രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ കലൂർ IP മെമ്മോറിയൽ ഹൈസ്കൂളിൽ ദീപിക ബാലസഖ്യം യൂണിറ്റ് പ്രവർത്തന ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലൂർ സെന്റ് ജോൺസ് പള്ളി വികാരി റവറന്റ് ഡോക്ടർ തോമസ് ചെറുപറമ്പിൽ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് സജി പോലോസ് അധ്യക്ഷത വഹിച്ചു. കുട്ടികളിൽ നന്മയും മൂല്യവും വളരേണ്ടത് കാലത്തിന്റെ ആവശ്യമാണെന്ന് കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ കലൂർ IP മെമ്മോറിയൽ ഹൈസ്കൂളിൽ ദീപിക ബാലസഖ്യം യൂണിറ്റ് പ്രവർത്തന ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രീയ അറിവിലൂടെ പഠിച്ചെടുക്കുന്ന ജ്ഞാന രീതികൾ മാത്രമല്ല, അല്ലാത്തൊരു മനസ്സിലാക്കലും കൂടിയുണ്ട്. കണ്ണീരിന്റെ കവിതയുടെ അർത്ഥമുണ്ട്, ഒഴുകുന്ന വെള്ളത്തിന് കവിക്ക് അതിനകത്ത് അർത്ഥം കണ്ടെത്താനാകും. പാടുന്ന പൊയിലിനും നൃത്തം ചവിട്ടുന്ന മയിലിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. ആര് കണ്ടാലാ? ഒരു കവി കണ്ടാൽ അർത്ഥമുണ്ട്, സാഹിത്യകാരൻ കണ്ടാൽ അർത്ഥമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സാഹിത്യകാരനുണ്ട്. ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം, നിങ്ങളൊരു കവിയുണ്ട്, നിങ്ങളുടെ സാഹിത്യകാരനുണ്ട്, നിങ്ങളുടെ കലാകാരനുണ്ട്. ആ കലാകാരനെ പുറത്തെടുക്കുക എന്നുള്ളതാണ്. കല്ലുപത്തി ചെന്നിട്ടാണ് ഒരു മാലാഖയെ സൃഷ്ടിക്കുന്നത് കലാകാരൻ. നിങ്ങളുടെ ഉള്ളില് തപ്പി ചെല്ലുമ്പോൾ മറഞ്ഞിരിക്കുന്ന ഒരു കലാകാരനുണ്ട്. മാലാഖ ഉണ്ടാക്കാൻ പറ്റുന്ന കലാകാരൻ, ഈ ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് കവിത എഴുതാൻ പറ്റുന്ന ഒരു കവി, വാക്കുകൾ കൊണ്ട് അമ്മാനാടാൻ കഴിയുന്ന വിദഗ്ധനായ ഒരു പ്രസംഗകൻ, വളരെയേറെ ചാതുര്യത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു സാഹിത്യകാരൻ ഒളിഞ്ഞു കിടക്കുന്നു. അത് പുറത്തെടുക്കാനുള്ളതാണ് ഈ കലാസാഹിത്യത്തിന്റെ ഉദ്ദേശം. വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കുന്ന പരിശീലനമാണ് ഒരു വ്യക്തിയിൽ ഉത്തമ അംശങ്ങളെ സൃഷ്ടിക്കുന്നത്. ശരിയായ പാത വെട്ടിത്തുറന്ന മൂല്യത്തിലും നന്മയിലും വളരാൻ പുതുതലമുറയ്ക്ക് കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കലൂർ സെന്റ് ജോൺസ് പള്ളി വികാരി റവറന്റ് ഡോക്ടർ തോമസ് ചെറുപറമ്പിൽ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. സാഹിത്യ രചനകൾ ഉണ്ടാക്കുവാനുള്ള കഴിവുകളാണ്, വിവിധങ്ങളായ കഴിവുകളുള്ളവരാണ്. നിങ്ങളിലുള്ള കഴിവുകളെ കണ്ടെത്തുക, കഴിവുകളെ വളർത്തുക. അതിനാണ് വിദ്യാരംഗം സാഹിത്യവേദിയിലൂടെ ആരംഭിച്ചത്. അതുപോലെ വിവിധ സംഘടനാ ക്ലബുകളുടെ ആരംഭം കുറിച്ചത്. അതിനൊപ്പം DCL ദീപിക ചിൽഡ്രൻസ് ക്ലബ്, ഈ DCLിലെ അംഗങ്ങൾ എന്ത് പ്രകാരമാകണമെന്ന് നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തി മറ്റുള്ളവരെയും വളർത്തുന്നവരായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഈ IP മെമ്മോറിയൽ സ്കൂൾ നിങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. ഈ ജൂബിലി വർഷം 75 വർഷം നിങ്ങൾക്ക്, ഈ 75 വർഷത്തിൽ അകം എത്രയധികം വലിയ മനുഷ്യരെയാണ് ഈ സ്കൂള് പുറത്തേക്ക് വിട്ടത്. എത്രയധികം ആളുകളാണ് ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് മിടുക്കരായി. PTA പ്രസിഡന്റ് സജി പൗലോസ് അധ്യക്ഷത വഹിച്ചു. SSLC പരീക്ഷയിൽ A+ നേടിയ വിദ്യാർത്ഥികളെ യോഗത്തിൽ ആദരിച്ചു. കല്ലൂർക്കാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഡെൽസി ലൂക്കാച്ചൻ, സ്കൂൾ മാനേജർ ഐപ്പ് വർഗീസ് കൊച്ചുകുടി, പ്രധാനാധ്യാപകൻ ജോസഫ് സക്കറിയാസ്, MK ബിജു, R രാജേഷ്, ബിൻസി സജി, ജീന ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു.
ഇടുക്കി ജില്ലയിലെ ആദ്യ സ്മാർട്ട് കൃഷിഭവൻ ഒരുങ്ങുന്നു. വണ്ണപ്പുറത്താണ് ആധുനിക സംവിധാനങ്ങൾ ഒരുക്കിയ കൃഷിഭവൻ പ്രവർത്തനത്തിന് തയ്യാറായിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ നബാർഡിന്റെ ധനസഹായത്തോടെ സാക്ഷാത്കരിച്ച വിത്തിൽ നിന്ന് വിപണിയിലേക്ക് ഒരു കുടക്കീഴിൽ എല്ലാ സേവനങ്ങളും എന്ന ആശയമാണ് ഇവിടെ പ്രാവർത്തികമാകുന്നത്. ഇടുക്കി ജില്ലയിലെ ആദ്യ സ്മാർട്ട് കൃഷിഭവൻ വണ്ണപ്പുറത്ത് ഉദ്ഘാടനത്തിന് സജ്ജമായി. സംസ്ഥാന സർക്കാർ നബാർഡിന്റെ ധനസഹായത്തോടെ സാക്ഷാത്കരിച്ച പദ്ധതി വിത്തിൽ നിന്ന് വിപണിയിലേക്ക് ഒരു കുടക്കീഴിൽ എല്ലാ സേവനങ്ങളും എന്ന ആശയമാണ് കർഷക സമൂഹത്തിനായി പ്രാവർത്തികമാക്കുന്നത്. ഇടുക്കി ജില്ലയിൽ നബാർഡിൻ്റെ RIDF ഫണ്ടിൻ്റെ സഹായത്തോടു കൂടി വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ആദ്യത്തെ സ്മാർട്ട് കൃഷിഭവൻ ഉദ്ഘാടനം തയ്യാറാകുന്നു. സാധാരണ കൃഷിഭവനിൽ നിന്ന് ഭിന്നമായിട്ട് കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഏതെങ്കിലും അപേക്ഷ നേരിട്ട് കൃഷിഭവനിൽ കൊണ്ട് കൊടുക്കേണ്ട ഒരു സംവിധാനം, അതോടൊപ്പം തന്നെ അവരുടെ ഇത് തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ കൊടുക്കുക, അല്ലെങ്കിൽ മറ്റു പോർട്ടൽ വിവിധങ്ങളായ കേരള സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും സ്കീമുകളും ആനുകൂല്യം ലഭിക്കുന്നതിന് വിവിധ പോർട്ടലുകളിൽ അവർ സ്വയം രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിനെ ആശ്രയിക്കുക തുടങ്ങിയ പല പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അതിനൊരു പ്രതിവിധി എന്നോണം ഈ സ്മാർട്ട് കൃഷിഭവനിൽ ഒരു ഫ്രണ്ട് ഓഫീസ് സംവിധാനം നിലവിൽ വരുന്നുണ്ട്. ഈ ഫ്രണ്ട് ഓഫീസ് സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ രജിസ്ട്രേഷനുകളും ഒരു കുടക്കീഴിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഈ ഫ്രണ്ട് ഓഫീസ് സംവിധാനത്തിൽ നിലവിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷിഭവനിൽ എന്തെങ്കിലും ആവശ്യം എത്തിക്കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ഒരു ആപ്ലിക്കേഷന് ഒരു റെസിപ്റ്റ് കൊടുക്കുകയും അവരുടെ അപേക്ഷയ്ക്ക് സംഭവിക്കുന്ന നീക്കങ്ങൾ, അതായത് അവർക്ക് സബ്സിഡി കിട്ടുന്നതിനുള്ള ആനുകൂല്യങ്ങളുടെ പ്രോസസ്സിങ് ചെയ്ത അറ്റം വരെ എന്നെല്ലാം ആ ഒരു റെസിപ്റ്റ് വെച്ച് അവർക്ക് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭവനിൽ ഒരു പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്കിൻ്റെ സംവിധാനം നിലവിൽ വരുന്നുണ്ട്. പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്കിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് കൃഷിയിടങ്ങളിലുണ്ടാകുന്ന രോഗബാധ, വിവിധ ഫംഗസ്, ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ രോഗബാധകളെ കൃത്യമായിട്ട് കർഷകരുടെ ഫീൽഡുകളിൽ പോയി കൃഷിഭവനിൽ നിന്നോ അല്ലെങ്കിൽ കർഷകർ നേരിട്ട് കൊണ്ടുവരുന്ന സാമ്പിളുകളിൽ അതിനെ ഐസൊലേറ്റ് ചെയ്ത് എന്താണ് രോഗത്തിന് കാരണമാകുന്ന പ്രശ്നം, അതിനെന്താണ് പ്രതിവിധി എന്ന് ശാസ്ത്രീയമായ രീതിയിൽ അനാലിസിസ് നടത്തുകയും ആ കർഷകർ എന്ത് രീതിയിൽ ജൈവ രീതിയിലുള്ള നിയന്ത്രണ മാർഗ്ഗങ്ങളാണോ അതോ കീടനാശിനി മറ്റുള്ള നിയന്ത്രണ രീതികളിലേക്ക് പിന്തുടരുന്നതെന്ന് കൃത്യമായിട്ടൊരു ശാസ്ത്രീയമായൊരു ഉപദേശം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി കർഷകരെ സംബന്ധിച്ച് ഒരു ജൈവ രീതിയിലുള്ള നിയന്ത്രണ മാർഗ്ഗങ്ങളാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നതിന് അവർക്ക് സമീപിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ബയോ ഫാർമസി എന്നൊരു സംവിധാനം ഈ സ്മാർട്ട് കൃഷിഭവനിൽ നിലവിലുണ്ട്. ബയോ ഫാർമസിയിൽ ഇപ്പോൾ നമ്മൾ ട്രൈക്കോഡർമ, സ്യൂഡോമോണസ്, വെർട്ടിസീലിയം, വിവേറിയ തുടങ്ങിയ ജൈവ നിയന്ത്രണ ഉപാധികൾ കർഷകർക്ക് സൗജന്യമായി വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതി വിഭാവനം ചെയ്തു വരുന്നു. ഇനി നിലവിൽ കർഷകർ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മാർക്കറ്റിംഗ് സംബന്ധിച്ച്. നമ്മുടെ കർഷകരുടെ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ വളരെ മികച്ച രീതിയിൽ കർഷകർക്ക് വിപണിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഇക്കോ ഷോപ്പും ഈ സ്മാർട്ട് കൃഷിഭവനോടൊപ്പം പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. കർഷകരെ സംബന്ധിച്ചിടത്തോളം വിത്ത് മുതൽ വിപണി വരെ ഒരു കുടക്കീഴിൽ എന്നുള്ളൊരു ആശയത്തിൽ നിന്നാണ് ഈ സ്മാർട്ട് കൃഷിഭവൻ പ്രധാനമായും പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളെല്ലാമുള്ള സ്മാർട്ട് കൃഷിഭവൻ കാർഷിക സേവനങ്ങൾക്കായി സമഗ്രമായി രൂപകൽപ്പന ചെയ്തതാണ്. 50ലധികം കർഷകരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ട്രെയിനിങ് ഹാൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിപണനം ചെയ്യാനായി ഒരുക്കിയ ഇക്കോ ഷോപ്പ്, കാർഷിക വിളകളെ ബാധിക്കുന്ന രോഗങ്ങൾ തിരിച്ചറിയാനും പ്രതിരോധ നടപടികൾ ലഭ്യമാക്കാനും സജ്ജമാക്കിയ പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്, ജൈവ നിയന്ത്രണ ഉപാധികൾ വിതരണം ചെയ്യുന്ന ബയോ ഫാർമസി, കർഷകർക്ക് അപേക്ഷകൾ നൽകാനും വിവിധ രജിസ്ട്രേഷൻ നടപടികൾ സുഗമമായി നടത്താനുമായി സജ്ജമാക്കിയ ഫ്രണ്ട് ഓഫീസ് എന്നിവയാണ് കൃഷിഭവനിലെ പ്രധാന സൗകര്യങ്ങൾ. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇവിടെ ആദ്യത്തെ കൃഷിഭവനാണ്. ജൂലൈ 3-ാം തീയതിയാണ് ഉദ്ഘാടനം തീരുമാനിച്ചിട്ടുള്ളത്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് കൃഷി വകുപ്പ് മന്ത്രി ആണ്. വണ്ണപ്പുറം പഞ്ചായത്തിലെ ഏതാണ്ട് 3/4% ആളുകൾ ഉപജീവനത്തിനായി കൃഷിയെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള സ്മാർട്ട് വില്ലേജ് അനുവദിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ട് അതിൻ്റെ വർക്കെല്ലാം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുകയാണ്. ജനങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കൃഷിക്കാരെ സംബന്ധിച്ച് ഇതെല്ലാം അവർക്കൊരു വലിയ പ്രതീക്ഷയാണ്. കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അത്യാധുനിക നിലവാരത്തിൽ, അതുപോലെ തന്നെ ഏറ്റവും ആധുനികമായി കൃഷിക്കാർക്ക് ലഭ്യമാകുന്ന ഒരു കേന്ദ്രമായി ഇത് മാറുന്നു. അങ്ങനെ നമ്മുടെ നാടിന് ഇണങ്ങുന്ന, കാലഘട്ടത്തിന് ഇണങ്ങുന്ന ഏറ്റവും ആധുനികമായ രീതിയിലുള്ള ഒരു സ്മാർട്ട് കൃഷി ഓഫീസാണ് ഈ വണ്ണപ്പുറം പഞ്ചായത്തിൽ ലഭിച്ചിട്ടുള്ളത്. വണ്ണപ്പുറത്തെ കർഷകരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം കണക്കിലെടുത്താണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും ഉദ്ഘാടനത്തിനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുവെന്നും കൃഷിഭവൻ അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ഇനി ഒരു കർഷകനെ പരിചയപ്പെടാം. മുട്ടം ചന്ദ്രൻകുന്നിൽ ജോണിയുടെ കൃഷിയിടത്തിലെ വിശേഷങ്ങൾ അറിയാം. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വിളവെടുപ്പ് കാലമാണ്. വിനോ ജോസ് മുട്ടം തയ്യാറാക്കിയ റിപ്പോർട്ട്.
ജൈവ വൈവിധ്യത്തിന്റെ കലവറയിൽ പഴവർഗ്ഗങ്ങളുടെ പറുദീസയുമാണ് മുട്ടൻ ചന്ദനംകുന്നിൽ ജോണിയുടെ കൃഷിയിടം. എന്ത് കിട്ടിയാലും നട്ടുപിടിപ്പിക്കുക എന്നത് ഈ കർഷകന്റെ ശീലം. കേരളത്തിൽ അപൂർവമായി കാണുന്ന 50ഓളം പഴവർഗ്ഗ ഇനങ്ങൾ, ഔഷധ സസ്യങ്ങൾ, വിവിധയിനം പച്ചക്കറികൾ, പരമ്പരാഗത കാർഷിക വിളകൾ എന്നിവയെല്ലാം ചന്ദ്രൻകുന്നേൽ കൃഷിയിടത്തിൽ ശാസ്ത്രീയമായി കൃഷി ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വിളവെടുപ്പ് കാലമാണ്. ഇപ്രാവശ്യം നല്ല വിളവ് ലഭിച്ചതായി ജോണി പറഞ്ഞു. 3 കൊല്ലം മുമ്പ് റബ്ബർ റീപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ആശയം തോന്നി, ഇത് ഫ്രൂട്ട്സ് വെക്കണം തോന്നി. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് ഒരു ഭാഗം കംപ്ലീറ്റ്, ഒരു 2 റോഡുണ്ട്, ഫാം റോഡുണ്ട് ഇതിനകത്ത്. മെയിൻ റോഡിൽ നിന്ന് ഗേറ്റ്, ഫാം ഗേറ്റ് വേറെയുണ്ട്, വീട്ടിലേക്കുള്ളതല്ലാതെ. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഒരു ഭാഗം കംപ്ലീറ്റ് ഡ്രാഗൺ ഫ്രൂട്ടും, അത് മലേഷ്യൻ റോയൽ റെഡാണ് കൊമേഴ്ഷ്യലായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ആ കൂടെ നമ്മൾ ഇത് റെഡാണ്, റോയൽ റെഡ് എന്ന് പറയും. എങ്കിൽ തന്നെ റെഡ് തന്നെ വേറെ 3 വെറൈറ്റി കൂടെ ഉണ്ട്, 4 റെഡുണ്ട്. ആളുകൾക്ക് പൊതുവേ ഉൾക്കാമ്പ് ചുവന്നതാണോ വെളുത്താണെന്നേ അറിയത്തുള്ളൂ. വെളുത്തതും ഉണ്ട്, നമുക്ക് മധുരമുള്ള വെളുത്തത് നമുക്കിവിടെ ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് കൂടുതലായിട്ട് വെച്ചിരിക്കുന്നത് മലേഷ്യൻ റോയൽ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അത് ഇപ്പം എല്ലാവരുടെയും കൂടെ സാധാരണ കയ്യിൽ ഒന്നിച്ച് വിളഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം കിട്ടിയപ്പോഴും നമുക്ക് 200 രൂപയുടെ മേലെ വില കിട്ടിയതാണ്. പിന്നെ വില ഇങ്ങനെ ഓരോ തവണയും കുറഞ്ഞുകൊണ്ടിരിക്കും. ബൾക്കായിട്ട് എടുക്കുന്നതിനേക്കാളും നമുക്ക് ഡയറക്റ്റായിട്ട്, ഇടയ്ക്ക് മീഡിയേറ്റേഴ്സ് ഇല്ലാതെ സെല്ലിംഗാണ് കൂടുതൽ. ഓൺലൈനിൽ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്, ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ പ്രീമിയം ഷോപ്പുകൾ എറണാകുളത്തും തൊടുപുഴയും മൂവാറ്റുപുഴയും കളമശ്ശേരിയിലൊക്കെ പ്രീമിയം ഷോപ്പുകൾ നമ്മുടെ സ്ഥിരം ക്ലയൻസാണ്. അവരുമായിട്ട് ടൈപ്പ് ഉണ്ട്. അതുകൊണ്ട് വിൽക്കാനായിട്ടൊന്നും വലിയ പ്രോബ്ലം വന്നിട്ടില്ല. പിന്നെ ആരെങ്കിലും ചോദിച്ചു വരുന്നവർക്കെല്ലാം നമ്മൾ കൊടുക്കും. ജോണിയുടെ മുത്തശ്ശൻ അറിയപ്പെടുന്ന ആയുർവേദ വൈദ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന താളിയോള ഗ്രന്ഥങ്ങൾ വായിച്ചും കേട്ടറിഞ്ഞും കിട്ടിയ കാർഷിക അറിവുകളാണ് ബിരുദാനന്തര ബിരുദധാരിയായ ജോണിയുടെ മുതൽക്കൂട്ട്. നിരവധി ഔഷധ സസ്യങ്ങളുടെ വിളനിലം കൂടിയാണ് ജോണിയുടെ തോട്ടം. നീലയമരി, നീരമരുത്, കറുത്തം കുന്തിരിക്കം, നാഗപ്പൂ, ശംഖുപുഷ്പം, മണിത്തക്കാളി തുടങ്ങി പറഞ്ഞാൽ തീരാത്തത്ര ഔഷധ ചെടികൾ ഈ കർഷകൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. സബാറ ഡിക്കാബിനോ എന്ന് പറയുന്ന സാധനമാണ്. തന്നെ വേറെ വെറൈറ്റി റെഡ് ഹൈബ്രിഡ് എന്ന് പറയും. ഇതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മുന്തിരിപ്പഴം പോലെ, കറുത്ത മുന്തിരിപ്പഴം പോലെ മരത്തിൻ്റെ തടിയിലുണ്ടാവും. ഇത് നമുക്ക് 2.5 കൊല്ലമായപ്പോൾ കായ്ച്ചത്തവണ കുറേ പഴങ്ങൾ കിട്ടിയതാണ്. ഫോറസ്റ്റ് വിളമ്പം എന്ന് പറയും, RFP എന്ന് ഞങ്ങൾ പറയും. ഇതിനകത്ത് പല മോഡലുണ്ട്. അതിനകത്ത് ഏറ്റവും മധുരമുള്ള ക്രിസ്പി ടൈപ്പാണ്. നിറയെ പഴങ്ങളുണ്ടായി. കഴിഞ്ഞ പോലെ ഇഷ്ടംപോലെ പഴങ്ങളുണ്ടായി. ഇത് സ്വീറ്റ് ലൂബി എന്ന് പറയും, മധുര നെല്ലിക്ക. നമ്മുടെ സാധാരണ ലൂബിക്ക അല്ലെങ്കിൽ ചീമനെല്ലിക്ക എന്ന് പറയുന്നത് പഴുത്ത് കഴിയുമ്പം ചുവന്ന നിറത്തിലിരിക്കും, പുളിയുണ്ട്. ഇത് പഴുത്ത് കഴിയുമ്പോഴത്തേക്കും കറുത്ത നിറത്തിലിരിക്കും, മുന്തിരിപ്പഴം പോലെ കറുത്ത നിറത്തിൽ. നല്ല മധുരമുണ്ട്. അതുകൊണ്ട് സ്വീറ്റ് ലൂബി. ഇതിൻ്റെ ഇലയ്ക്കും വ്യത്യാസമുണ്ട്, അത് കണ്ടാൽ അറിയാം. പൊമേല എന്ന് പറയും. നമ്മുടെ കമ്പിളി നാരങ്ങ അവിടെ അകം ചുവന്നതും അകം വെളുത്തതുള്ളതുണ്ട്, ഉൾക്കാമ്പ്. അപ്പോൾ ഇതിൻ്റെ പുറവും ചുവപ്പ് നിറത്തിലിരിക്കും, അകവും ചുവപ്പ് നിറത്തിലിരിക്കും. നമുക്കവിടെ നമുക്ക് 10-12ഓളം വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞു. 12 വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതിനകത്ത് താണ്ടിക്കുടിയിലുള്ള അവക്കാഡോ റിസർച്ച് സ്റ്റേഷൻ, കൊടൈക്കനാലിലുള്ള താണ്ടിക്കുടിയാണ് ഇന്ത്യയിലെ അവക്കാഡോ റിസർച്ച് സ്റ്റേഷൻ. അപ്പോൾ അവിടുത്തെ ഡയറക്ടറായിട്ട് സംസാരിച്ചതനുസരിച്ച് ഇത് ശേഖരം ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നത്തെ ഇത് ബഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മദർ പ്ലാന്റ്. ഇതിൽ നമ്മളൊരെണ്ണം ബഡ് ചെയ്തിട്ടുണ്ട്. ഇത് വേറെ വെറൈറ്റിയാണ്. അപ്പോൾ ഓരോ നാട്ടിൽ കൂടെ ചെല്ലുമ്പം സുഹൃത്തുക്കളുടെയോ പരിചയക്കാരുടെ ബന്ധുവീടുകളിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന നല്ലതിൻ്റെ കമ്പുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ബഡ് ചെയ്തെടുക്കുക. ഇതെന്താ? റോസ് വരിക്കുക, റോസ് ഇത് പ്രശസ്തമായ ചന്ദ്രകുന്നേൽ ഓറഞ്ചിൻ്റെ ഇളം തലമുറയാണ്. ചന്ദ്രകുന്നേൽ ഓറഞ്ച് വസന്തം എന്നും പറഞ്ഞുകൊണ്ട് പത്രത്തിലും മീഡിയയിലെല്ലാം വന്നതാണ്. അപ്പോൾ അതിൽ ഒരൊറ്റ തവണ 2015 ബമ്പർ ക്രോപ്പ്. എന്നിട്ട് നമുക്ക് ഏതാണ്ട് ഒരു മരത്തിൽ നിന്ന് ആ സീസണിൽ ഏതാണ്ട് 200 കിലോ അടുത്ത് ഓറഞ്ച് കിട്ടിയതാണ്. പിന്നെ കൂടാതെ ഒരു വിവിധ തരത്തിലുള്ള മാവുകൾ, 12ഓളം വെറൈറ്റി പുതിയ മാവുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ ഒരു 8ഓളം പുതിയ വെറൈറ്റി, അതായത് ശങ്കര, സിദ്ധു, പാത്താമുട്ടം, റോസ് വരിക്ക, 10ഓളം വെറൈറ്റി പിലാവുണ്ട്. നമുക്ക് തനത് പിലാവുകൾ കൂടാതെ ഉണ്ടായത് ജബോട്ടിക്കാബ, മരമുന്തിരി എന്ന് പറയുന്നത് 4 വെറൈറ്റി, റെഡ് ഹൈബ്രിഡ് ഉണ്ട്. പിന്നെ സബാറ ഉണ്ട്, സബാറ ഡിക്കാബിനോ ഉണ്ട്, പിന്നെ വൈറ്റ് ക്രിസ്റ്റലുണ്ട്. അങ്ങനെ പല വെറൈറ്റി. പിന്നെ ആ കൂടെയുള്ളത് വിവിധ പേര. അതിന് പുറമെ റെയിൻ ഫോറസ്റ്റ് പ്ലം, അത് നിറച്ച് പഴം ഉണ്ടായത് റെയിൻ ഫോറസ്റ്റ് പ്ലം ഉണ്ട്. പിന്നെ മെഡിറ്ററേനിയൻ ചെറിയുണ്ട്. പിന്നെ അബിയു തന്നെ ഒരു തോട്ടമായിട്ട് അബിയു തന്നെ വെച്ചിട്ടുണ്ട്. അത് നല്ല 20ഓളം പ്ലാന്റ് ഉണ്ട്. അത് 4 വെറൈറ്റി, ഓവൽ ഷേപ്പ്, പിന്നെ നിപ്പിൾ ടൈപ്പ്, പിന്നെ ജയൻറ്റ്, പിന്നെ ഓവലിൽ തന്നെ വേറെ കുറച്ചിട്ട് ഓവലിൽ തന്നെ ജയൻ്റ് ആയിട്ടുണ്ട്. അങ്ങനെ 4 വെറൈറ്റി അബിയു ആണ്. അതൊക്കെ കുഴപ്പമില്ല, നല്ല മധുരമുള്ള നല്ല ഫ്രൂട്ടാണ്. ആഫ്രിക്കൻ പീച്ച് എന്ന് പറഞ്ഞൊരു പുതിയ പ്ലാന്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത്
ഇതിനോടകം നിരവധി കർഷക അവാർഡുകളും ജോണിയെ തേടിയെത്തിയിട്ടുണ്ട്. ഷിജിയാണ് ഭാര്യ. എഞ്ചിനീയറായ അഖിൽ, ചാർട്ടേഡ് അക്കൗണ്ടന്റായ ജോർജി എന്നിവരാണ് മക്കൾ. ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരായ പേൾ, സോനു എന്നിവർ മരുമക്കളും കൊച്ചുമക്കളായ ഏതൻ, ഇഷിത എന്നിവരും അടങ്ങിയതാണ് ജോണിയുടെ കുടുംബം. ശാസ്ത്രീയ കൃഷിരീതികൾ പിന്തുടരുന്ന തോട്ടത്തിൽ ഓരോ ഇനം പഴവർഗ്ഗങ്ങളും പ്രത്യേക സ്ഥലത്താണ് നട്ടിരിക്കുന്നത്. ഓൺലൈൻ മാർക്കറ്റിംഗ്, ഫാമിൽ നിന്നും നേരിട്ടുള്ള വിപണനം എന്നിവയ്ക്ക് പുറമെ മൊത്ത കച്ചവടക്കാർക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ട്. പരാഗണത്തിലൂടെ മികച്ച വിളവ് ലഭിക്കുവാനായി 16ഓളം ചെറുതേൻ, വൻതേൻ, തേനീച്ച കോളനികളും തോട്ടത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മുട്ടം. പാലക്കാട് നിന്നും അതിർത്തി കടന്നു വരുന്ന കള്ളിൽ ചുമമരുന്നിന്റെ സാന്നിധ്യമുള്ളതായി ഗുരുതരമായ ആരോപണം. ഷാപ്പിൽ നിന്നും ശേഖരിച്ച കള്ളിന്റെ സാമ്പിളിൽ ചുമമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തി. മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കുന്ന പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് തികഞ്ഞ അലംഭാവമാണ് ഉണ്ടായിരിക്കുന്നത്. നിരന്തരമായ പരിശോധനകളില്ലാത്തതാണ് ഇതിന് കാരണം. ഷാപ്പിൽ നിന്നും ശേഖരിച്ച കള്ളിന്റെ സാമ്പിളിൽ ചുമമരുന്നിന്റെ സാന്നിധ്യം. പാലക്കാട് നിന്നും അതിർത്തി കടന്നു വരുന്ന കള്ളിലാണ് ചുമമരുന്നിന്റെ സാന്നിധ്യമുള്ളതായി ആരോപണം ഉയർന്നിരിക്കുന്നത്. മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കുന്ന പ്രവൃത്തിയാണ് ഇത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് തികഞ്ഞ അലംഭാവമാണ് ഉണ്ടായിരിക്കുന്നത്. പണം മേടിച്ച് പോക്കറ്റിൽ തിരുകുന്ന ഉദ്യോഗസ്ഥർ പരിശോധനകൾക്ക് മടിക്കും. ഷാപ്പിൽ നിന്നും ശേഖരിച്ച കള്ളിലാണ് റീജിയണൽ കെമിക്കൽ എക്സാമിനേഷൻസ് ലബോറട്ടറിയിലെ പരിശോധനയിൽ ചുമമരുന്നിന്റെ അംശം കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ 15ഓളം ഷാപ്പുകൾ അടച്ചുപൂട്ടിയിരുന്നു. വീണ്ടും ഇതിനൊരു അറുതിയുമില്ലാതെ നീചപ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള സർക്കാർ മുല്ലപ്പെരിയാർ ഡാം പ്രശ്നം ഉപേക്ഷിച്ച് സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമെന്നും മുല്ലപ്പെരിയാർ വിഷയത്തിൽ സർക്കാർ നിരന്തരം തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയാണെന്നും പെരിയാർ വൈഗെ ഇറിഗേഷൻ കർഷക സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് 22-ന് നിരാഹാര സമരം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കേരള സർക്കാർ മുല്ലപ്പെരിയാർ ഡാം പ്രശ്നം ഉപേക്ഷിച്ച് സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമെന്നും മുല്ലപ്പെരിയാർ വിഷയത്തിൽ സർക്കാർ നിരന്തരം തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയാണെന്നും പെരിയാർ വൈഗെ ഇറിഗേഷൻ കർഷക സംഘടന ഭാരവാഹികൾ. തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഡാമിലെ ജലത്തെ ആശ്രയിച്ചാണ് തെക്കൻ തമിഴ്നാട്ടിലെ 5 ജില്ലകളിൽ കുടിവെള്ളവും കൃഷി ആവശ്യങ്ങളും നടന്നുവരുന്നത്. മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ കേരള സർക്കാർ വിവിധ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ്. കഴിഞ്ഞ 50 വർഷക്കാലമായി മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിന് തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട് സർക്കാർ വിവിധ നിയമ പോരാട്ടങ്ങൾ നടത്തുന്നുവെങ്കിലും കർഷകരുടെ പ്രശ്നങ്ങൾ കാണുവാൻ കേരള സർക്കാർ വിസമ്മതിക്കുകയാണ്. വർഷാവർഷങ്ങളിൽ മുല്ലപ്പെരിയാർ കമ്മിറ്റികൾ എത്തുമെങ്കിലും ഉപസമിതിയുടെയും വിവിധ വകുപ്പുകളുടെയും നയം പുതിയ അണക്കെട്ട് എന്നതാണ്. 2006-ലും 2014-ലും സുപ്രീം കോടതി 2 തവണ മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ കേരള സർക്കാർ നിരന്തരം വിവിധ തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയാണ്. ആയതിനാലാണ് ഈ മാസം 22-ന് പെരിയാർ വൈഗെ ഇറിഗേഷൻ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പെരിയാർ വൈഗെ ഇറിഗേഷൻ അസോസിയേഷൻ കോർഡിനേറ്റർ അൻവർ ബാലസിംഹം പറഞ്ഞു. முல்லைப்பெரியாறு அணை மிகப்பெரிய ஆபத்தை ஒரு தண்ணீர் வெடிகுண்டு என்று சொல்லக்கூடிய அளவிற்கு முல்லைப்பெரியாறு அணை இருக்கிறது அப்படிங்கிறது அவருடைய கருத்தாக இருக்கு. ஆக தொடர்ச்சியாக நாம் தோற்றுக்கொண்டே இருக்கிறோம். 2006, 2014 2 முறை உச்சநீதிமன்றம் கொடுத்த தீர்ப்பை அமலுக்கு கொண்டு வர முடியவில்லை. நம்ம உச்சநீதிமன்றமும் அதை கண்டுகொண்டதாக தெரியவில்லை. சுப்ரீம் கோர்ட் ஆஃப் இந்தியா என்ன செஞ்சிருக்கணும்? சூமோட்டோவாக அந்த வழக்கை எடுத்து இந்த கொடுத்த கண்டிஷனை என்ன செய்யணும்? இம்ப்ளிமெண்ட் பண்ண சொல்லியிருக்கணும். ஆனா அது நடக்கல. அது நமக்கு ஒரு பெரிய பின்னடைவாக பார்க்கிறோம். அதனால் நாம் என்ன செய்யறோம்? இனிமேல் முல்லைப்பெரியாறு நம்ம போராடுறது விழலுக்கு கிடைத்த நீராக ஆகிவிட்டது அப்படிங்கிற நெருக்கடிக்கு நாங்கள் தள்ளப்பட்டிருக்கிறோம். அதனால இப்ப நாங்க என்ன கேட்கிறோம்? 1956ஆம் ஆண்டு இந்தியா மொழிவழியாக பிரிக்கப்பட்ட போது அப்பட்டமாக தமிழகத்தோடு இருந்திருக்க வேண்டிய தேவிகுளம், பீர்மேடு, உடுமஞ்சூர் ஆகிய 3 தாலுகாக்களை மொழிவழி பிரிவினை கமிட்டியினுடைய உறுப்பினராக இருந்த KM பணிக்கர் கேரளாவுக்கு கொண்டு போய் சேர்த்தார். அந்த 3 தாலுகாக்களை தமிழகத்தோடு சேர்க்க வேண்டும் என்று சொல்லக்கூடிய ஒரு நிலைப்பாட்டிற்கு நாங்கள் தள்ளப்பட்டிருக்கிறோம். மொழிவழி பிரிவினை ஒரு மோசடி என்று நாங்கள் ஏற்கனவே சொல்லிக் கொண்டிருக்கிறோம். அதனால் நாங்கள் என்ன செய்யறோம்? மொழிவழி பிரிவினை சட்டத்தை ஒன்று திருத்து. அப்படி இல்லை என்று சொன்னால் அந்த 3 தாலுகாக்களில் குறைந்தபட்சம் 65 விழுக்காடு தமிழர்கள் இன்றைக்கு வாழ்கிறோம். 65 விழுக்காடு 3 தாலுகாவிலே. இன்னும் சொல்ல போனா தேவிகுளம் சட்டமன்ற தொகுதி 1950 இருந்து இன்னைக்கு வரைக்கும் ஒரு தமிழர் தான் எம்எல்ஏவாக வெற்றி பெற முடியும். அந்த நெருக்கடி இருக்கு. ஆக தேவிகுளம், பீர்மேடு, உடுமஞ்சோலை உள்ளிட்ட 3 தாலுகாக்களை தமிழகத்தோடு இணை அப்படி இல்லைன்னு சொல்லி கேட்டா அது தன்னாட்சி கவுன்சில் அந்தஸ்து கொடுக்க வேண்டும் அல்லது யூனியன் பிரதேசமாக மாற்ற வேண்டும். 3 கோரிக்கைகளை முன்வைத்து விரைவில் என்ன செய்யறோம்? 22ஆம் தேதி 22/6/2025 அன்று ஞாயிற்றுக்கிழமை அன்று கம்பத்துல JST மஹால்ல இருந்து ஒரு பேரணியாக விவசாய சங்கங்கள் எல்லாம் ஒருங்கிணைத்து ஒரு பேரணியாக கிளம்பி காந்தி சிலையில் முடிவடைந்து இங்க ஒரு உண்ணாவிரதத்தை அன்றைய தினம் நடத்துகிறோம்.
எங்களுடைய ஒரே டிமாண்ட், முல்லை பெரியாறு பிரச்சனையை கேரளா என்ன செய்யணும், கைவிட்டு உச்சநீதிமன்ற தீர்ப்பை அமல்படுத்தணும். அப்படி அமல்படுத்த முன்வராவிட்டால் தேவிகுளம் பீர்மேடு உடுமஞ்சோலையை மத்திய ஆட்சி பகுதியாக அறிவிக்க வேண்டும். அப்படி இல்லைன்னா தன்னாட்சி கவுன்சில் அந்தஸ்து கொடுக்க வேண்டும். இல்லை என்று சொன்னால் தமிழகத்தோடு இணைக்க வேண்டும். மூன்று அம்ச கோரிக்கையை முன்வைத்து ஒரு பிரம்மாண்டமான பேரணி, ஒரு உண்ணாவிரதத்தை நடத்துவதற்கு திட்டமிட்டிருக்கிறோம். 22ஆம் தேதி சட்டப்படியாக முறையான ஒப்புதலை பெற்று அந்த பேரணியும் அந்த உண்ணாவிரதத்தை நாங்கள் நடத்த കാത്തിരിക്കും. 1956 തമിഴ്നാടുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്ന വിഭജിക്കപ്പെട്ട ദേവികുളം, പീരുമേട്, ഉടുമ്പൻചോല എന്നീ താലൂക്കുകളെ തമിഴ്നാടിനോട് ചേർക്കുവാൻ താൽപര്യപ്പെടുന്നതായും ഈ പ്രദേശങ്ങൾ കൗൺസിൽ സ്കീം ഉപയോഗിച്ച് കേന്ദ്രഭരണ പ്രദേശമായി നൽകണമെന്നും കർഷക സംഘം നേതാക്കൾ ആവശ്യപ്പെട്ടു. BBC ന്യൂസ്, കുമളി. അരിക്കുഴിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ കൃഷി ഫാമിൽ 8 വർഷമായി ജോലി ചെയ്യുന്ന ലിജിമോളെ CITU സംഘടനയിലെ തൊഴിലാളികൾ ജോലിയിൽ കയറ്റാതിരിക്കുന്നതായി ആരോപണം. പരസ്യമായി അധിക്ഷേപിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തതായും ലിജിമോൾ പറയുന്നു. CITUവിലെ തൊഴിലാളികൾ ഫാം സൂപ്രണ്ടിനെ നിരന്തരം ഭീഷണിപ്പെടുത്തി ലിജിമോളെ ജോലിയിൽ പ്രവേശിപ്പിക്കാത്ത വിധമുള്ള പ്രവർത്തനമാണ് നടത്തുന്നതെന്നും ആരോപണം ഉയരുന്നു. CITക്കാരിലെ നേതാവ് ബാബു മറ്റ് അനുയായികളും എല്ലാവരും കൂടിയാണ് ഞങ്ങളുടെ അരിക്കുഴ കൃഷിഫാമിൽ ജോലി ചെയ്യാൻ സമ്മതിക്കാത്തത്. അവരാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി ഇത്രയും വഷളാക്കി ഇത്രയും മാസം എന്നെ വീട്ടിൽ ഇരുത്തിയതും ഒക്കെ. ഇപ്പോഴും അവർ ആ പണി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു രക്ഷയില്ല. സാറുമാരെ ഭീഷണിപ്പെടുത്തി അവർ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്ന എല്ലാവരെയും കൂട്ടുപിടിച്ച് ഞങ്ങളെ അവിടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ബാക്കി എനിക്ക് മാത്രമല്ല, എല്ലാ തൊഴിലാളികളും കളിയാക്കലും അവരെ കൂട്ടുപിടിച്ച് ഒരു വക മാനസികമായിട്ട് വല്ലാതെ ഞങ്ങളെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പീഡിപ്പിക്കുന്നുണ്ട്. ഓരോ വാക്കുകളും പറഞ്ഞ് കുത്തിവാക്കുകളും പറഞ്ഞ് മറ്റുള്ളവരും ഇതുപോലെ തന്നെ സഹിച്ച് അവിടെ ജോലി ചെയ്യുവാണ്. അരിക്കുഴിയിൽ പ്രവർത്തിക്കുന്ന കൃഷി വകുപ്പിന്റെ കീഴിലുള്ളതും ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ളതുമായ ജില്ലാ കൃഷി ഫാമിലെ 8 വർഷത്തോളമായി ജോലി ചെയ്യുന്ന ലിജിമോൾ എന്ന സ്ത്രീ തൊഴിലാളിക്കാണ് ഇരട്ടത്താപ്പ് നയം നേരിടേണ്ടി വരുന്നത്. CITU തൊഴിലാളികൾ ഫാം സൂപ്രണ്ടിനെ ഭീഷണിപ്പെടുത്തിയാണ് ജോലി നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള മനുഷ്യത്വരഹിത നടപടിയെടുക്കുന്നത്. നടുവിന് സാരമായ പരിക്ക് പറ്റുകയും ഫാം അധികാരിയുടെ സമ്മതത്തോടെ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ഡോക്ടർ 15 ദിവസത്തെ വിശ്രമം വേണമെന്ന് പറഞ്ഞ സ്ത്രീക്കാണ് ഈ ഗതി. ആശുപത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ ശരിച്ചിട്ട് 15 ദിവസത്തെ ലീവ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് ജോലിക്ക് കയറിയാൽ മതി, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഞാൻ 15 ദിവസം, എന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ ഇത് അവിടെ അപേക്ഷ കൊടുത്ത് മെഡിക്കൽ ലീവും ഇതുമെല്ലാം 15 ദിവസം ഇതും കൊടുത്ത് ഞാൻ ലീവിലിരിക്കുമായിരുന്നു. 16-ാം ദിവസം ഞാൻ ജോലിക്ക് ചെന്നപ്പം എന്നെ അവരാരും അറ്റൻഡൻസ് ഇടാൻ പറ്റില്ല, സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം എന്നെ ഫാമിൽ നിന്ന് ഫീൽഡ് ഓഫീസർ വിളിച്ച് എന്നോട് പറഞ്ഞു, എന്നാ തൊടുപുഴ POയെ പോയി കണ്ടിട്ട് ജോലിക്ക് കയറിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി POനെ കണ്ടു. അവർ പക്ഷേ എന്നാ നിങ്ങൾ യൂണിയനിലുണ്ടോ, നിങ്ങളുടെ പാർട്ടി ഏതാ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് യൂണിയനിൽ പാർട്ടിയൊന്നുമില്ല, ഞങ്ങൾ പാർട്ടിയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ പാർട്ടി ഇല്ലാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് കയറാൻ പറ്റില്ല, ഇനി നിങ്ങൾ മന്ത്രിതലത്തിലൊക്കെ പോകേണ്ട വരും എന്നൊക്കെ പറഞ്ഞ് അവരവിടെ നിന്ന് തന്നെ ഒഴിവാക്കുക ചെയ്തേ. അവരെന്നെ ജോലിക്ക് കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം വേറെ ഒരു 2 പേര് അടുത്ത കൊല്ലം കയറാൻ നിൽക്കുന്നുണ്ട്. അവർക്ക് ചെറുക്കന്മാരാ, പക്ഷേ സ്ത്രീകളുടെ വേക്കൻസിയിലേ ഞങ്ങൾ കയറാൻ ഇപ്പം നിൽക്കണേ. പക്ഷേ ആ വേക്കൻസിയിലേക്ക് എന്നെ കയറ്റാതെ അവർക്ക് കയറണമെന്നും പറഞ്ഞാണ്. അതിലൊരാളിപ്പം റെസ്റ്റില്ല, കാലൊക്കെ ഒടിഞ്ഞ ആക്സിഡൻറ്റ് പറ്റിയെങ്ങാണ്ട് ഇപ്പോൾ റെസ്റ്റില്ല. എന്നിട്ട് ഇപ്പോൾ അവനെ ജോലിക്ക് കയറ്റിയേക്കാണ്. അവർക്ക് കയറണമെന്നും പറഞ്ഞുകൊണ്ടാണ്, അവരെ കയറ്റാനാണ് ഇവർ കിടന്ന് എന്നെ തള്ളിക്കളയണത്. അവധി കഴിഞ്ഞ് തിരികെ എത്തിയ ലിജിമോളെ CITUവിന്റെ സമ്മർദ്ദത്താൽ ഫാം സൂപ്രണ്ട് ജോലിയിൽ പ്രവേശിക്കാൻ സമ്മതിച്ചില്ല. മാത്രമല്ല ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നും പറഞ്ഞു. ഫാമിലെ മോശം അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്തതാണ്. ഈ ജോലിയായിരുന്നു കുടുംബത്തിന്റെ ഏക വരുമാനം. കുട്ടികൾക്ക് ആഹാരത്തിന് പോലും വകയില്ലാതെ 2 മാസമായി ബുദ്ധിമുട്ടുകയാണ് ഇവർ. കോടതിയിൽ ഇതിനെതിരെ കേസ് നിലനിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, അരിക്കുഴ. SRV ഗവൺമെന്റ് സ്കൂളിൽ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ 1ാം വർഷ +1 വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. TJ വിനോദ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും സ്റ്റാഫ് പ്രതിനിധികളും ഉൾപ്പെടെ നിരവധി വ്യക്തികൾ യോഗത്തിൽ പങ്കെടുത്തു. കൊച്ചി SRV ഗവൺമെന്റ് സ്കൂളിൽ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ +1 വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. TJ വിനോദ് MLA ഉദ്ഘാടനം ചെയ്തു.
ആധുനിക സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി മികവുറ്റ വിദ്യാഭ്യാസ സാഹചര്യം മുതലെടുത്ത് ഉന്നത വിജയത്തിനായി വിദ്യാർത്ഥികൾ പരിശ്രമിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് എംഗൽസ് K. ആനന്ദ് അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ബിജു AN, VHSC പ്രിൻസിപ്പൽ ജിൻസി ജോസഫ്, HM TK സീമ, OSA പ്രതിനിധി വിശ്വനാഥ് R, അജിമോൻ പൗലോസ് എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലാതല 1ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനോത്സവം വരവേൽപ്പ് 2025 ഡോക്ടർ APJ അബ്ദുൽ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ ആസ്ഥാന പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയതിനെതിരെ സോഷ്യൽ ഹ്യൂമൻ ജസ്റ്റിസ് ആൻഡ് നേച്ചർ ചെയർമാൻ PL നിസാമുദ്ദീൻ ജൂൺ 19 വായനാ ദിനത്തിൽ ചെറുതോണി ട്രാഫിക് ജംഗ്ഷനിൽ മഴ നനഞ്ഞ് സമരം ചെയ്യുമെന്ന് അറിയിച്ചു. കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂളിൽ ദീപിക ബാലസഖ്യം യൂണിറ്റ് പ്രവർത്തന ഉദ്ഘാടനം നടത്തി. കലൂർ സെന്റ് ജോൺസ് പള്ളി വികാരി റവറന്റ് ഡോക്ടർ തോമസ് ചെറുപറമ്പിൽ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. പാലക്കാട് നിന്നും അതിർത്തി കടന്നുവരുന്ന കള്ളിൽ ചുമമരുന്നിന്റെ സാന്നിധ്യമുള്ളതായി ഗുരുതരമായ ആരോപണം. അരിക്കുഴയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ കൃഷി ഫാമിൽ 8 വർഷമായി ജോലി ചെയ്യുന്ന ലിജിമോളെ CITU സംഘടനയിലെ തൊഴിലാളികൾ ജോലിയിൽ കയറ്റാതിരിക്കുന്നതായി ആരോപണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.